വാവച്ചി പനി പിടിച്ച് ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി നല്ല പനി ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറവുണ്ട്. അപ്പോൾ ഇത് ഞാൻ വാവച്ചിനോട് സംസാരിക്കുകയാണ്. എണീറ്റ് നമുക്ക് എന്തെങ്കിലും കഴിക്കാം, മരുന്നൊക്കെ കഴിക്കണ്ടേന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ച് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വാവച്ചിക്ക് ഭയങ്കര മടിയാണ് എണീക്കാനായിട്ട്. പിന്നെ അവസാനം ഞാൻ എണീപ്പിച്ചു, കഞ്ഞിയൊക്കെ കൊടുത്തു. ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. ഇവിടെ വാവച്ചിക്ക് രാത്രി നല്ല പനി ആയതുകൊണ്ട് തീരെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് നല്ല സുഖമല്ല ഇവിടെ. അതായത് ഇന്നലെ നമ്മൾ രാത്രിയില്ല, ഇന്നലെ ഈവനിങ് നമ്മൾ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി മരുന്നൊക്കെ വാങ്ങിച്ചു. അപ്പം 2 ദിവസത്തേക്ക് മരുന്ന് തന്നിട്ടുണ്ട്. 2 ദിവസത്തേക്ക് പനി മാറിയില്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോകണം. മരുന്നൊക്കെ കൊടുത്തിട്ട് മാറിയില്ലെങ്കിൽ കൊണ്ടുപോകാനാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. ഇപ്പം കുഴപ്പമില്ല. ഇന്നലെ രാത്രി നല്ല പനിയായിരുന്നു. അപ്പം മരുന്നൊക്കെ കൊടുത്തിട്ട് ഇപ്പം കുറച്ച് ഓക്കെ ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ക്ഷീണത്തിലാണ് വാവച്ചിക്കുട്ടി. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. കഞ്ഞി ഉണ്ടാക്കി വെച്ചു, പക്ഷെ കഞ്ഞി വേണ്ട, കാരണം ഇന്നലെയും കഞ്ഞിയാണ് കുടിച്ചത്. അപ്പം ഇന്ന് കഞ്ഞി വേണ്ട, അവർക്ക് സാൻഡ്വിച്ച് വേണമെന്നൊക്കെ പറഞ്ഞ്, പക്ഷെ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കി കൊടുത്തു, പക്ഷെ ഇത്തിരി കഴിച്ചുള്ളൂ. അങ്ങനെ കഴിച്ചിട്ട് മരുന്ന് കുടിച്ചിട്ട് ഇത് വീണ്ടും കിടക്കുവാണ് കേട്ടോ. ഇന്നലെ ഉറങ്ങാത്തത് കൊണ്ട് ഒരു ക്ഷീണം ഉണ്ടാവുമല്ലോ, അപ്പം അങ്ങനെ കിടക്കുവാണ്. അപ്പം നമ്മുടെ വ്ളോഗ് അതായിരിക്കും ഇന്നത്തെ, ഒരു പനി പിടിച്ച ദിവസം. ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു. വാവച്ചിക്ക് ഇനി മരുന്ന് കൊടുക്കേണ്ട സമയമാണ്. അപ്പം ഈ മരുന്ന് കൊടുക്കണം ഇനി വാവച്ചിക്ക്. വാവച്ചിക്കുട്ട ഇപ്പം എങ്ങനെയുണ്ട്? ഫീവർ കൊള്ളാവോ? കുറഞ്ഞോ? മുടി ചീർത്തട്ടെ മമ്മ, കണ്ണിലോട്ട് മുടി പോകുന്നത് കണ്ടോ? വാവച്ചി ഇപ്പം പനിയൊക്കെ ആയിട്ട് മുടി ചീവാൻ പോലും സമ്മതിക്കുന്നില്ല, മുടി തൊടാൻ പോലും സമ്മതിക്കില്ല. മുടിയിരിക്കണോ നോക്കിക്കേ. ഇതാരും വാങ്ങിച്ചു തന്നെ ഈ ബബിൾസ്? ഊതിക്ക് നോക്കട്ടെ. വരുന്നില്ല. ട്രൈ ചെയ്ത് നോക്കിക്കേ. ഒന്നും കൂടെ അതിൽ ഇതാക്ക്, ഡിപ്പ്. എന്നിട്ട് വാ, പനി കുറഞ്ഞ കൊച്ചിന് ഇപ്പം? നോക്കട്ടെ. ഇന്നലെ രാത്രി നല്ല ചൂടായിരുന്നു, ഇപ്പോൾ കുറഞ്ഞു. വാവച്ചി സാധാരണ പനിയിലുണ്ടല്ലോ, സാധാരണ പനിക്ക് നമ്മൾ കഞ്ഞിയല്ലേ കുടിക്കുന്നത്. വാവച്ചി കഞ്ഞി വേണ്ട, വാവച്ചിക്ക് പെട്ടെന്ന് സാൻഡ്വിച്ച് മതി എന്ന് പറഞ്ഞു. അതെന്താ വാവച്ചി? പിന്നെ സാൻഡ്വിച്ച് കഴിച്ചിട്ടില്ല എന്നോ? അത് ഇന്നലെ നീ കഞ്ഞി കൂടുതൽ കുടിച്ചോണ്ടാണോ ഇന്ന് സാൻഡ്വിച്ച് തോച്ചത്? കഞ്ഞി കുടിച്ചു മടുത്തു പോയോ? ഓ ഇന്നലെ നന്നായിട്ട് ഉറങ്ങിയോ നീ? എവിടെ ഉറങ്ങി? ഇന്നലെ ഉറക്കിയില്ലല്ലോ മമ്മനെ. ഉറങ്ങിയോന്നല്ലേ? നീ ഉറങ്ങിയിട്ടേ ഇല്ലല്ലോ ഇന്നലെ. കണ്ണടഞ്ഞു പോയി, പക്ഷെ നീ ഉറങ്ങിയോ? ചൂടായിരുന്നില്ലേ മേത്തൊക്കെ? എന്നിട്ട് നമ്മളിന്നലെ രാത്രിയിൽ വാവച്ചി ഉറങ്ങാത്തത് കൊണ്ട്, ചൂടായതുകൊണ്ടേ നമ്മൾ ഈ തുണിയൊക്കെ വെച്ച് നനച്ച് കൊടുത്തു അല്ലേ, ചൂട് കുറയാനായിട്ട്. ഇപ്പോഴൊന്നും സമാധാനമായി. എപ്പോഴാണ് വാവച്ചി ബെഡിൽ നിന്ന് ഒന്ന് എണീറ്റ് ഒന്ന് കളിക്കുന്നത് അല്ലേ വാവച്ചി? ഇന്നലെ രാത്രി ഞാൻ ഓർത്ത് ദൈവമേ ഇന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അഡ്മിറ്റ് ആക്കേണ്ടി വരും എന്നൊക്കെ ഓർത്ത് പേടിച്ചു പോയി. ഇപ്പോഴാണ് ഒന്ന് സമാധാനമായ. അതുവരെ വാവച്ചി ബെഡിൽ നിന്ന് എണീക്കത്തേ ഇല്ലായിരുന്നു. വാവച്ചിക്കുട്ടാ ഇപ്പോൾ ഓക്കെ അല്ലേ? ഇന്നലെ രാത്രി വാവച്ചി പറയാണ് എനിക്ക് തല ഇറങ്ങുന്ന പോലെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്ത് ദൈവമേ തല ഇറക്കോ അങ്ങനെയൊക്കെ. പിന്നെ വയറുവേദന ഉണ്ടെന്ന് പറഞ്ഞു. എന്നൊന്നുമില്ല, പെട്ടെന്നായിരുന്നു വാവച്ചിക്ക് ഫീവർ വന്നത്. ഫീവർ പിന്നെ പെട്ടെന്നല്ല വരത്തുള്ളൂ. നമ്മളോട് നാളെ ഞങ്ങൾക്ക് ഫീവർ വരുമെന്ന് പറഞ്ഞ് വരത്തില്ല, പക്ഷേ പറഞ്ഞതേ ഉള്ളൂ അല്ലേ വാവച്ചി? മമ്മ തമാശയൊക്കെ പറയുന്നു കേട്ടിട്ട് വാവച്ചി പറയാം പനി സമയത്താണ് മമ്മ. നീ തമാശ പറഞ്ഞോ? വന്ന് നോക്കട്ടെ ഫീവറൊക്കെ കുറഞ്ഞോ നന്നായിട്ടെന്ന്. എൻ്റെ പൊന്നിന് ഫീവർ കുറഞ്ഞു നന്നായിട്ട്. മുടി ചീർത്തട്ടെ മമ്മ? ഈ 2 സൈഡും കെട്ടിത്തരാം. എന്നിട്ട് ആര്? വാവച്ചിയുടെ ഫ്രണ്ട് കെട്ടുന്ന പോലെ. ഓക്കെ, കെട്ടിത്തരട്ടെ മമ്മ? നീ ഡ്രസ്സൊക്കെ മാറാം, ഡ്രസ്സൊക്കെ മാറി മുടിയൊക്കെ കെട്ടി സൂപ്പറാക്കി തരാം. ഓക്കെ? സാധാരണ വലിയ ബബിള വാവച്ചി വാങ്ങാറ്. ഇത് കുഞ്ഞു ബബിൾ അതുകൊണ്ട് വാവച്ചിക്ക് ഊതാൻ പറ്റുന്നുണ്ടല്ലേ? ഓക്കെ, അപ്പോൾ ഇനി കുറച്ച് കഴിയുമ്പോൾ ഫുഡൊന്നും കഴിക്കണം, കാരണം വാവച്ചി സാൻഡ്വിച്ച് വേണമെന്ന് പറഞ്ഞാൽ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് ആകെ ഇത്തിരി കഴിച്ചോളൂ. ഇനിയിപ്പം
കുറച്ച് എന്തെങ്കിലും കൊടുത്തിട്ട് വേണം മരുന്ന് കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്കിനി വാവച്ചിനെ പോയി ഒന്ന് ജസ്റ്റ് ഫ്രഷൊക്കെ ആക്കട്ടെ. അങ്ങനെ വാവച്ചി ഫ്രഷൊക്കെ ആയി, സെറ്റപ്പായി അല്ലേ വാവച്ചി? മുടിയൊക്കെ കെട്ടി വന്നു. ഇപ്പം എങ്ങനെയുണ്ട്? ഫീലിംഗ് ബെറ്റർ? കൊള്ളാവോ? ഓക്കെ ആയോ? അപ്പോൾ ഇനി എപ്പോഴാണ് ഇനി കഞ്ഞി കുടിക്കുന്നത്? അത് പറ. വൈകുന്നേരോ? ഇത് ഇപ്പം കഞ്ഞി കുടിക്കണം. കുറച്ച് കഴിയുമ്പോൾ വാവച്ചി ആകെ ഇത്തിരി സാധനം കഴിച്ചോളൂ. കഞ്ഞി കുടിച്ചിട്ട് വേണം മരുന്ന് കഴിക്കണ്ടേ? അല്ലെങ്കിൽ കളിക്കാൻ പോകുന്ന കാര്യം. കൂട്ടുകാരി പള്ളി പോയേക്കോ? എവിടെ പള്ളിയിൽ? അവർ സ്കൂളിൽ പോയേക്കോ? ഇന്ന് എക്സാം ഉണ്ട് അവർക്ക്, സ്കൂളിൽ പോയേക്കാം. പള്ളിയിൽ പോയോ? എല്ലാവരും ഇപ്പോൾ സ്കൂളിൽ പോയേക്കോടാ പൊന്നെ. പള്ളിയിൽ ഒരു വൈകുന്നേരം പോകുന്നേ. ഓക്കെ, ഇവക്ക് എല്ലാവരും പള്ളിയിൽ പോകണം. ഓക്കെ ശരി. ഇപ്പം എപ്പോഴാണ് കഞ്ഞി കുടിക്കണം? അതാദ്യം പറ. ഇപ്പം കുടിക്കും. ഗുഡ് ഗേൾ. ഗുഡ് ഗേൾ ആണല്ലേ. പിന്നെ എന്നാണ്ട് വിശേഷം? ഓക്കെ ആയല്ല? അങ്ങനെ വാവച്ചി ഓക്കെ ആയി എന്ന് പറഞ്ഞപ്പോഴാണ് നമുക്കൊരു സമാധാനമായത്. ഇന്നലെ വാവച്ചിയുടെ ഇത് കണ്ടപ്പോൾ ഞാൻ ആകെ പേടിച്ചു. ഇല്ല വാവച്ചി? അതെ വാവച്ചി, ഇന്നും പനി കുറച്ചുണ്ട്, ചെറുതായിട്ട് കുറഞ്ഞേ ഉള്ളൂ അല്ലേ? അതെ. അപ്പോൾ ഇനി വാവച്ചിക്ക് കഞ്ഞി കൊടുക്കണം, മരുന്ന് കൊടുക്കണം, അതൊക്കെയാണ് ഇനി ഇവിടുത്തെ പരിപാടി. അമ്മ വാരി തരട്ടെ? കുടിക്കുമോ? ഗുഡ് ഗേൾ. കഞ്ഞിയാണോ സാൻഡ്വിച്ചാണോ ഇഷ്ടം? അതേലും കഞ്ഞി കുടിക്കാനാണ് നല്ലത് പനിക്കൊക്കെ അല്ലേ? അല്ലേ വച്ചി? വിശപ്പുണ്ടോ ഇപ്പം? കുറച്ച് ചെറുതായിട്ട്. അങ്ങനെ വാവച്ചി കുറച്ച് കഞ്ഞി കുടിച്ചു കേട്ടോ, കുറച്ചേ കുടിച്ചുള്ളൂ. വാവച്ചിക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞു. വാവച്ചിക്ക് വിശപ്പില്ലാത്തതാണോ അതോ മടിയായിട്ടാണോ കഞ്ഞി കുടിക്കാത്തത്? വിശപ്പില്ല അല്ലേ പൊന്നിന്? ഇനി എന്ത് ചെയ്യാൻ പോവാ? ഉറങ്ങാൻ പോവാണോ? വേണമെങ്കിൽ ഉറങ്ങിക്കോ കുറച്ച് നേരം. ഉറങ്ങുണ്ടോ? അമ്മ വരുമ്പോൾ ബബിൾസ് വാങ്ങിക്കൊണ്ടുവരുമോ? അത് ഇനി സമയമുണ്ടല്ലോ, വൈകുന്നേരം അല്ലേ വാങ്ങിക്കൊണ്ടുവരുന്നത്. ഇപ്പോൾ സമയം 11 മണി ആയിട്ടേ ഉള്ളൂ. ഇനി വാവച്ചി കുറച്ചിനും കിടന്ന് ഉറങ്ങിക്കോ. വന്നാ ഉറങ്ങണുണ്ടോ? ഉറങ്ങിക്കോട്ടെ കുറച്ച് നേരം. വാവച്ചി കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. ഞാൻ അപ്പോഴത്തേക്കും എൻ്റെ പണികളൊക്കെ വേഗം ഒന്ന് തീർക്കട്ടെ. ഓക്കെ ഓക്കെ വാവച്ചി ഉറങ്ങിക്കോട്ടോ. ബൈ ബൈ. ഉറങ്ങിക്കോ ബാബു എൻ്റെ വാവച്ചി. ഉറങ്ങിക്കോട്ടെ കുറച്ച് നേരം. കുടിച്ചാ നോക്കട്ടെ, ഫുള്ള് കുടിച്ചു നോക്കട്ടെ. വെരി ഗുഡ് ഗേൾ. വെള്ളം വേണോ? ഇപ്പം എങ്ങനെയുണ്ട്? വെള്ളം കുടിക്ക് വേഗം. എന്ത് ചെയ്യാൻ പോവാ? എന്തിനാ മുടി അഴിച്ചത്? തന്നെ പോയതാ, മുടി അഴിച്ചതല്ല അല്ലേ? വെള്ളം കുടിച്ചാ? ഇനി വേണമെങ്കിൽ വെള്ളം കുടിക്കുക കുറച്ചും കൂടി. വേണ്ടേ? എന്ത് ജോലി? ജോലി ചെയ്യാനാ? അതെന്താണോ? എന്ത് ജോലിയാണോ വേണ്ടത്? തുണി മടക്കണോ? പാത്രം കഴുകണോ? ഈ പനി സമയത്താ? പനിയൊക്കെ മാറിയിട്ട് ഞാൻ തരാം. വെള്ളത്തിൽ കളിക്കാനല്ലേ? എന്ത് ജോലി എനിക്ക് വേണ്ടത്? കഴുകാനാ? ഇപ്പോൾ കഴിക്കോ. അപ്പോൾ ഞാൻ ലഞ്ചെല്ലാം കഴിച്ച് കഴിഞ്ഞു. ഇപ്പോൾ വാവച്ചി കിടന്നുറങ്ങും കേട്ടോ. മരുന്ന് കൊടുത്തപ്പോഴത്തേക്കും വാവച്ചിക്ക് ക്ഷീണമുണ്ടെന്ന് പറഞ്ഞിട്ട് വാവച്ചി കിടന്നുറങ്ങി. അപ്പം കുറച്ച് കഞ്ഞി കുടിച്ചായിരുന്നു, പക്ഷേ ഒരു 5-6 സ്പൂണേ കുടിച്ചുള്ളൂ. ഭയങ്കരമായിട്ട്
ഫുഡ് കഴിയൊന്നും ഇല്ല ഇപ്പോൾ. അപ്പം ഞാൻ ഓർത്തു കിടക്കട്ടെ എന്ന് ഓർത്തു. വാച്ചി കിടന്നുറങ്ങുന്നതുകൊണ്ട് ഞാൻ ഓർത്തു ഞാനും പോയി കുറച്ച് നേരം കിടന്നുറങ്ങാമെന്ന്. ഇന്നലെ രാത്രി ഒട്ടും ഉറങ്ങാത്തതുകൊണ്ട് എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഞാൻ പോയി കിടന്നുറങ്ങുമ്പോഴത്തേക്കും ചിലപ്പോൾ വാച്ചി എണീക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണല്ലോ, മോസ്റ്റ്ലി അങ്ങനെയാണ്. അതായത് ഞാൻ കിടന്നൊന്ന് ഉറങ്ങുമ്പോഴത്തേക്കും വാച്ചിക്ക് പെട്ടെന്ന് ഉറക്കം കഴിയും. വാച്ചിക്ക് അപ്പോൾ ഉറക്കവും വരില്ല, ഒന്നും വരത്തില്ല. അങ്ങനെയാണ് സാധാരണ. അപ്പോൾ നോക്കാം ഇനി എന്താണ് അവസ്ഥ എന്ന്. ഇനി എൻ്റെ പനി ആയതുകൊണ്ട് ഇനി ചിലപ്പോൾ ഉറങ്ങി പോയെന്നും വരാം. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഫ്രണ്ട്സൊക്കെ വരും. അപ്പോൾ ഇന്ന് കളിക്കാൻ പോകുമെന്ന് അറിയത്തില്ല. ഇന്നലെ ഒട്ടും കളിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം ഇന്നലെ ബെഡിൽ നിന്ന് എണീച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് കളിക്കാൻ പോവുകയാണെങ്കിൽ വാവച്ചിക്ക് എന്താ പറയുക, പനിയൊക്കെ കുറഞ്ഞ് കുറച്ച് ബെറ്റർ ആയെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ ഇന്ന് കളിക്കാൻ പോകാൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. അല്ലെങ്കിൽ വാവച്ചി എണീറ്റാൽ പിന്നെ എനിക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല. ഞാനും വാവച്ചി ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റ് ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞു. 4 മണി കഴിഞ്ഞു. ഇനിയിപ്പോൾ വാവച്ചിയുടെ ഫ്രണ്ട്സ് വരുമായിരിക്കും. വാവച്ചി കളിക്കാൻ പോകുന്നുണ്ടോ ഇന്ന്? വാവച്ചി കളിക്കാൻ പോകുന്നുണ്ടോടാ? കളിക്കാൻ പോകുന്നുണ്ടോ? വാവച്ചി വേറെന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താ പറയുക, ഭയങ്കര ക്ഷീണമാണ് കേട്ടോ വാവച്ചിക്ക്. പനി കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പം ഇനിയിപ്പം വാവച്ചിക്ക് ഇപ്പോൾ ഞാൻ കുറച്ച് ആപ്പിളൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കഴിക്കുമായിരിക്കും. 2-3 കഷ്ണമാണ് കൊടുത്തേക്കണത്. അതിലൊരു കഷ്ണമാണ് ഇപ്പോൾ കഴിച്ചേക്കുന്നത്. ഇനിയിപ്പം പനി ആയതുകൊണ്ട് നിർബന്ധിക്കാനും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ അപ്പം ഇന്നത്തെ ദിവസം ഫുള്ള് ഒരു എന്താ പറയുക, ഒരു സ്ലോ മൂഡായിരുന്നു. ഒരു ഫാസ്റ്റ് ഇതായിരുന്നില്ല, ഭയങ്കര സ്ലോ ആയിരുന്നു പോയത്. അപ്പോൾ ഇനി വാവച്ചിയുടെ പനിയൊക്കെ കുറഞ്ഞിട്ട് വേണം കുറച്ച് ഫാസ്റ്റായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഇതും ഒരു നല്ല രസമാണ് കേട്ടോ. അപ്പം ഞാൻ പണ്ട് എനിക്ക് ചെറുപ്പത്തിലെ പനിയൊക്കെ വരുന്നത് എനിക്കിഷ്ടമായിരുന്നു. എപ്പോഴും വെച്ചാൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നമുക്ക് വീട്ടിൽ നിന്ന് നല്ല കെയർ കിട്ടും, വെറുതെ ഇരുന്നാൽ മതി, നമുക്ക് എല്ലാം കൊണ്ട് തരും അടുത്ത്, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഇഷ്ടമല്ല കേട്ടോ. ഇപ്പോൾ പനി വരുന്നത് എനിക്കിഷ്ടമല്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ എല്ലാം ചെയ്യണം, ഒന്നാമത്തെ കാര്യം. പനി വന്നാലും വന്നില്ലേലും പിന്നെ ഭയങ്കര മൂടിയായിരിക്കുമല്ലോ പനി വരുമ്പോൾ ദിവസങ്ങളൊക്കെ. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് നടക്കത്തില്ലെങ്കിൽ അത് വല്ലാത്തൊരു സംഭവമായതുകൊണ്ട് ഇപ്പം എനിക്കിഷ്ടമല്ല. പക്ഷെ ചില ദിവസങ്ങളിലൊക്കെ പനി വന്നാൽ നല്ലതായിരുന്നു. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun. ഞാൻ ബബിൾസ് ബാക്കിൽ We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild.